അവാസ്തവം എന്നാണ് കവിതയുടെ പേര്. അവാസ്തവം. ഇതൊരു ട്രെയിൻ യാത്രയിൽ സംഭവിക്കുന്ന കാര്യമായിട്ട് വേണം നിങ്ങളത് ഭാവന ചെയ്യാൻ. പിന്നെ മഹാരാജപുരം സന്താനം എന്ന് പറഞ്ഞൊരാളെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു കർണാട്ടിക് വോക്കലിസ്റ്റാണ്. മഹാരാജപുരം സന്താനം. അപ്പുറമിരിക്കുന്ന അപരിചിതൻ ആക്രമിക്കാനിടയുണ്ടെന്ന് പെട്ടെന്നുണ്ടായൊരു പള്ളകാളിച്ചയിൽ മഹാരാജപുരം സന്താനത്തെ ഇടയ്ക്കിറക്കി വിട്ടു. അപ്പുറത്തിരിക്കുന്ന അപരിചിതൻ ആക്രമിക്കാനിടയുണ്ടെന്ന് പെട്ടെന്നുണ്ടായൊരു പള്ളകാളിച്ചയിൽ മഹാരാജപുരം സന്താനത്തെ ഇടയ്ക്കിറക്കി വിട്ടു. എതിർപ്പാളത്തിൽ കുതിച്ചു വന്ന വന്ദേ ഭാരതിനടിയിൽപ്പെട്ട് ചിന്നിച്ചിതറിയ നാദദേഹത്തെ ഉപേക്ഷിച്ച് അയാളിലേക്ക് തന്നെ ജാഗരൂകമായി. നിറയെ താമര വിരിച്ച ജയലശയ്യകൾ, തണലിൽ മേയുന്ന ആട്ടിൻപറ്റം, അതിർത്തികൾ വെടിഞ്ഞ് വിരുന്നെത്തിയ പക്ഷിക്കൂട്ടം, അവയുടെ പല നിറ ഭംഗികൾ, ഇരുപുറം തുളുമ്പിയ കാഴ്ചകൾ ഉള്ളിലേക്ക് കയറാനിരമ്പിയെങ്കിലും ശ്രദ്ധയുടെ വാതിലുകൾ അടച്ച് ശത്രുവിന് നേരെ മാത്രമായി ഞാൻ എന്നെ കൂർപ്പിച്ചു വെച്ചു. ഇരുപുറം തുളുമ്പിയ കാഴ്ചകൾ ഉള്ളിലേക്ക് കയറാൻ വെമ്പിയെങ്കിലും ശ്രദ്ധയുടെ വാതിലുകൾ അടച്ച് ശത്രുവിന് നേരെ മാത്രമായി ഞാൻ എന്നെ കൂർപ്പിച്ചു വെച്ചു. അപ്പുറമിപ്പുറമിരിക്കുന്നവരെല്ലാം അവരവരുടെ ശത്രുവിലേക്ക് ഏകാഗ്രമായിട്ടുണ്ടാവാം. ഭീതിയല്ലാതെ ആരുമില്ലാത്ത തീവണ്ടിയിൽ നിശബ്ദത ചൂളം വിളിച്ചു. ഞാൻ എന്നെ പിന്നെയും മൂർച്ച കൂട്ടി. കയ്യിലുള്ള സഞ്ചിയിൽ ബോംബായിരിക്കുമോ, ഭീകരരുടെ സന്ദേശമായിരിക്കുമോ കൈഫോണിൽ മിന്നിക്കെടുന്നത്? സ്ഫോടക വസ്തുക്കൾ എവിടെയായും ഒളിച്ചു സൂക്ഷിച്ചിരിക്കുക. എതിരെ ഇരിക്കുന്നവൻ എതിരാളി തന്നെ. ഇങ്ങോട്ടാക്രമിക്കും മുമ്പ് തിരിച്ചാക്രമിക്കണം. ഓരോരുത്തരും സ്വന്തം ആക്രമണ പദ്ധതിയുടെ ഗൂഢാലോചനയിൽ മുഴുകി. അതിൽ തട്ടി വണ്ടിയൊന്നു ഉലഞ്ഞു. അക്രമി സഞ്ചിയിൽ നിന്നൊരു പൊതിയെടുത്തു. ഞൊടിയിൽ ഉണർന്ന ഞാൻ ഭീകരൻ്റെ കുരലിലാക്കാക്കി നിന്നു. മധുരമൂറുന്നൊരു ഉണ്ണിയപ്പം നിലാച്ചിരി ചേർത്തയാൾ എനിക്ക് നേരെ നീട്ടി. വേണ്ടെന്ന് തല വെട്ടിച്ചെങ്കിലും വീട്ടിലുണ്ടാക്കിയതാണ്, ഒരെണ്ണം രുചിച്ചു നോക്കെന്ന് അപ്പം എൻ്റെ കൈകളിലേക്ക് ചാടി. പിഞ്ചു കുഞ്ഞിൻ്റെ കുരല് പോലൊന്ന് എൻ്റെ നാവിൽ നുണച്ചു തീരുന്നു. ഇതാണ് കവിത. എനിക്ക് അറിയില്ല ഈ കവിത നിങ്ങൾക്ക് എത്രമാത്രം സംവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഏതൊരു മനുഷ്യനും സംശയാസ്പദമായി മാറുന്ന, ഏതൊരാളും ഒരു കാരണവുമില്ലാതെ ശത്രുവായി മാറുന്ന, അപരിചിതൻ ഒരു വലിയ അസ്വസ്ഥതയായി മാറുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ സൂക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ്, ഒരു മെസ്സേജുമായിട്ടാണ് നമ്മുടെ ഓരോരുത്തരും നടക്കുന്നത്. അത്രമാത്രം അരക്ഷിതരും ഏകാകികളുമായ ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഏറ്റവും ശക്തരാണ്, കരുത്തരാണ്, എന്തിനും പോന്നവരാണ് എന്നൊക്കെ വൃഥാ വിചാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുടെ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഈ കവിത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ കാലം നേരത്തെ തമ്പിമാഷ് സൂചിപ്പിച്ചതുപോലെ വളരെ മോശപ്പെട്ട ഒരു കാലമായി മാറുകയാണ്. എന്നത് അത്ര മോശം കാലമാണോ? അല്ല, ഇത് നല്ല കാലവുമാണ്. ഒരു ഭാഗത്ത് നമുക്ക് പത്രം തുറന്നു കഴിഞ്ഞാലുള്ള വാർത്തകൾ, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്നു, കുഞ്ഞിനെ അമ്മ
വിറ്റു. അങ്ങനെ വാഹനം തടഞ്ഞു നിർത്തി വിദ്യാർത്ഥികൾ അതിൻ്റെ ചില്ലുകൾ പൊട്ടിച്ചു. അങ്ങനെ ഒരിക്കലും നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കാത്ത അല്ലെ കേൾക്കരുത് എന്ന് കരുതുന്ന വാർത്തകൾ അനുവാദമില്ലാതെ നിരന്തരം നമ്മുടെ അകത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ട്രംപ് അവിടെ നിന്ന് ഇന്ത്യക്കാരെ കയറ്റി കയ്യാമം വെച്ച് കാലാമം വെച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. സാധനങ്ങൾക്കൊക്കെ തീരുവ കൂട്ടുന്നു. അദ്ദേഹം UN-ൻ്റെ വിവിധ സമിതികളിൽ നിന്ന്, പരിസ്ഥിതി സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സമിതികളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതുണ്ടാക്കുന്നൊരു വലിയ ലോകത്തിൻ്റെ അനിശ്ചിതത്വമുണ്ട്. രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യരാകെ സമാധാനമില്ലാത്ത ആളുകളായി കഴിയേണ്ട രാഷ്ട്രീയ ചുറ്റുപാടുകൾ, സാമൂഹ്യ ചുറ്റുപാടുകൾ, സാമ്പത്തിക ചുറ്റുപാടുകൾ ഒക്കെ പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുപുറമുണ്ട്. നമ്മൾക്ക് ഇതുവരെ ഇല്ലാത്ത, ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ മനുഷ്യർക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ സൗകര്യങ്ങൾ അത്രമാത്രം സമീപസ്ഥമായിരിക്കുകയാണ്. കണ്ണടച്ച് തുറക്കും മുമ്പ് നമുക്ക് കാനഡയിലുള്ള നമ്മുടെ ബന്ധുവുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കാൻ പറ്റുന്നു. പുറത്തു പോകുന്ന ഒരാളും പുറത്തല്ലാത്ത വിധം, എല്ലാ ദൂരങ്ങളെയും അപ്രസക്തമാകും വിധം ലോകം ചെറുതായി നമ്മുടെ കൈവെള്ളയിലേക്ക്, നമ്മുടെ റൂമിലേക്ക്, നമ്മുടെ ചാറ്റ് റൂമിലേക്ക്, ചാറ്റ് ബോക്സിലേക്ക് ഒക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് വിവരവും നമുക്ക് വിരൽത്തുമ്പിലാണ്. മെറ്റയോട് ചോദിച്ചാൽ, ഗൂഗിളിനോട് ചോദിച്ചാൽ, ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ അറിയാത്തതായി ഒന്നുമില്ല. കാണാതെ പഠിക്കേണ്ട യാതൊരു സംഗതിയും ഇന്ന് അവശേഷിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും അറിയാൻ, എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ ഇന്ന് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. സഞ്ചാരമാർഗങ്ങൾ ഏത് ഭാഗത്തേക്കും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് ആവശ്യത്തിന് സഞ്ചരിക്കാം. പട്ടിണി, ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിലായി മാറുന്നു. എല്ലാവർക്കും നല്ല വസ്ത്രങ്ങൾ, ചോയ്സാണ് പ്രശ്നം. നമുക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, ഏത് സിനിമ കാണണം, ഏത് ഫോൺ വേണം, എങ്ങോട്ട് പോകണം, ടി വിയിൽ എന്ത് കാണണം, ഏത് സീരിയൽ കാണണം, ഏത് സിനിമ കാണണം, ഈ രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസൃതമായി വിപുലമാകുന്ന ഒരു ലോകം നമുക്ക് സമീപസ്ഥമാകുന്നതും നല്ല കാര്യമല്ലേ ഇത്? അതുപോലെ ശാസ്ത്രം, അതിഗംഭീരമായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നുകൊണ്ടിരിക്കുന്നു. ചൊവ്വയിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് അന്വേഷണം ആരംഭിക്കുന്നു. അവിടേക്ക് ആളുകൾ പോയി താമസിക്കുന്നു. അവിടുന്ന് മണ്ണ് കൊണ്ടുവന്ന് ജലസാന്നിധ്യവും മറ്റും പരിശോധിക്കുന്നു. വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം മനുഷ്യരാശി ഒരു ഭാഗത്ത് സൃഷ്ടിക്കുന്നു. വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പിന്നോട്ടടിയും ഒരേ സമയം നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ട്. മനുഷ്യർ കൂടുതൽ ഏകാകികളായി മാറുന്നു. എത്രയേറെ ആളുകളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയേറെ സമയം മൊബൈലിൽ മെനക്കെടുന്നത്? ആളില്ലെന്നേ. നമ്മൾ കാണാം, ചാറ്റ് വഴി പരിചയപ്പെട്ട, ഇതുവരെ കാണാത്ത, ആരാണ് എന്താണ് എന്നറിയാത്ത കാമുകനെയോ കാമുകിയെയോ തിരഞ്ഞ് ഇപ്പോൾ ജീവിക്കുന്ന സ്ഥലവും വീടും വീട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് ആളുകൾ ഇറങ്ങി വരികയാണ്. കുട്ടികൾ ഇറങ്ങി വരുന്നു എന്ന് പറയാൻ പറ്റില്ല, കൗമാരക്കാരിറങ്ങി വരുന്നു എന്ന് പറയാൻ പറ്റില്ല. യുവതികൾ, യുവാക്കൾ, മധ്യവയസ്കർ തുടങ്ങി മുഴുവൻ മനുഷ്യരും അവരവരുടെ നിലവിലുള്ള ജീവിതാവസ്ഥയിൽ തൃപ്തരല്ല എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടിൻ്റെ ഒരു വിശേഷം. ആരും തൃപ്തരല്ല. എല്ലാവർക്കും എല്ലതുമുണ്ട്, പക്ഷേ ഒരു ആളും തൃപ്തരുമല്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രഹേളിക നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ടാകുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഒറ്റ വാക്കിലോ രണ്ട് വാക്കിലോ ഒന്നും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യം. ലോകത്തിലെ എല്ലാ മഹാമനീഷികളും എല്ലാ കാലത്തും അന്വേഷിച്ച ആ വലിയ സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച ഒരു വലിയ മനുഷ്യൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ കൂടിയാണ് നമ്മളിന്നിങ്ങനെ ഇരിക്കുന്നത്. ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ എന്ന ചാവറ പിതാവിൻ്റെ
ആ വലിയ മനുഷ്യൻ 220 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച്, വലിയ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച്, വരാനിരിക്കുന്ന കാലത്തെ ഭാവന കണ്ട് അതെല്ലാ മനുഷ്യർക്കും സൗകര്യത്തോടുകൂടി, പരസ്പര വിശ്വാസത്തോടുകൂടി, സുദൃഢമായ ആനന്ദത്തോടുകൂടി ജീവിക്കാൻ വേണ്ട സമൂഹം എങ്ങനെയായിരിക്കണമെന്ന് വിഭാവനം ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളുടെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. അദ്ദേഹം യുഗം സൃഷ്ടാവാണ് എന്നാണ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭാഷകനായ സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ട് ഒരാൾക്ക് 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും വിഭാവനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അദ്ദേഹം ഒരു യുഗപുരുഷനാണ്, യുഗസൃഷ്ടാവാണ് എന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട നവോത്ഥാന നായകരിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന ആളാണ് ചാവറയച്ചൻ എന്നാണ് പി ഗോവിന്ദപിള്ള വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ചരിത്രത്തെ, ജീവിതത്തെ, നവോത്ഥാനത്തെ, കേരളീയ സമൂഹത്തെ ഒക്കെ ഗൗരവത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ പിൽക്കാലത്ത് കൊണ്ടാടിയ അല്ലെങ്കിൽ കൊണ്ടാടാൻ ശ്രമിച്ച ഒരു ജീവിതമായിരുന്നു അത്. നമ്മളിരിക്കുന്ന ഈ പള്ളിക്കൂടം ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളോടനുബന്ധിച്ച് പള്ളിക്കൂടങ്ങൾ ഉണ്ടാവുകയും ആ പള്ളിക്കൂടങ്ങളിൽ എല്ലാ മനുഷ്യർക്കും മതജാതി ഭേദമന്യേ പഠിക്കാൻ വേണ്ട അവസരമുണ്ടാക്കുകയും അങ്ങനെ വരുന്ന കുട്ടികൾക്ക് പട്ടിണി മാറ്റാനുള്ള സംവിധാനം സ്കൂളുകളിൽ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി അധിക ബാധ്യത വരാത്ത വിധത്തിൽ ഓരോ വീട്ടിൽ നിന്നും പിടിയരി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ചോറിന് അരിയിടുമ്പോൾ ഒരു പിടി മാറ്റി വെക്കുക, ആ ഒരു പിടി ശേഖരിച്ച് പിടിയരി മൂവ്മെൻറ്റ്, ഒരു മൂവ്മെൻറ്റാണതൊരു വലിയ അത്തരമൊരു മൂവ്മെൻറ്റ് ഒക്കെ ആരംഭിക്കുകയും വിയർപ്പാറും മുമ്പ് തൊഴിലാളിക്ക് കൂലി കൊടുക്കണം എന്ന് കാറൽ മാർക്സിന് മുമ്പ് പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ഒക്കെ ചെയ്ത മഹത്തായ ഒരു മനുഷ്യൻ. അദ്ദേഹം കുട്ടികളെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അത് ദൈവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച നിധികളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു കാര്യം ഖലീൽ ജിബ്രാൻ എന്ന ലബനീസ് കവി പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവർക്ക് അവരുടേതായ ലോകമുണ്ട്, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് അവരെ വളർത്താൻ ശ്രമിക്കരുത് എന്നൊക്കെ. അങ്ങനെയുള്ളൊരു മഹാമനുഷ്യൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അത്ഭുതം. ഞാനൊരിക്കലും ജീവിതത്തിൽ ചാവറയച്ചനെ സാധാരണഗതിയിൽ പരിചയപ്പെടാൻ സാധ്യതയുള്ള ഒരാളായിരുന്നില്ല. പിന്നെ ഈ ഇരിക്കുന്ന മണ്ണാറത്തറ അച്ഛനാണ് ചാവറയച്ചനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എനിക്ക് ചാവറയച്ചൻ്റെ ചെറിയൊരു പുസ്തകം എടുത്തു തന്നു വായിക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യനെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഇദ്ദേഹം ചെയ്ത നിരവധിയായ കാര്യങ്ങളും അതിൻ്റെ പ്രാധാന്യവുമൊക്കെ, അതൊക്കെ ഇപ്പോൾ നേരത്തെ നിങ്ങളോട് തമ്പി സാറ് സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് നേരിട്ട് കടക്കുന്നില്ല. പക്ഷേ ഇത്രയും മഹത്തായ സംഭാവനകൾ കേരളീയ സമൂഹത്തിന് നൽകിയ ആ മനുഷ്യനെക്കുറിച്ച് അറിഞ്ഞു. അപ്പം ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹം എനിക്ക് കൂടുതൽ പുസ്തകങ്ങൾ തരുന്നു. നേരത്തെ അച്ഛൻ തന്നെ സൂചിപ്പിച്ച പോലെ ഞാൻ അവിടെ ഏതാണ്ടൊരു മാസക്കാലം അദ്ദേഹം അനുവദിച്ച ഒരു സ്ഥലത്തിരുന്നിട്ട് ചാവറയച്ചൻ്റെ കുറിച്ചുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ വായിച്ച് പഠിച്ച് ഒരു പുസ്തകം എഴുതാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള മനുഷ്യരാണ് ചാവറയച്ചൻ്റെ ശിഷ്യർ. വിശ്വാസികൾ അല്ലാത്ത മനുഷ്യരെ പോലും അവരുടെ അനുയായികളാക്കി മാറ്റും വിധത്തിലുള്ള മാസ്മരികത സ്വന്തമായിട്ടുള്ള, അത്രയും ഹൃദയവിശാലത സ്വന്തമായിട്ടുള്ള, അത്രയും സ്നേഹശാന്തത സ്വന്തമായിട്ടുള്ള സന്യാസിവര്യന്മാരുടെ ഒരു ശ്രേഷ്ഠ സമൂഹമാണ് ഇത്തരം നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതും, അത്തരമൊരു സ്ഥാപനത്തിലാണ് നിങ്ങളെല്ലാവരും അധ്യാപകരായി ഒത്തുകൂടിയിരിക്കുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും ശ്രേഷ്ഠമായൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ ഒരു സ്റ്റാഫ് ഫാമിലി മീറ്റ് ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പാരൻസ് മീറ്റ് ഉണ്ടാവാം, വേറെ എല്ലാ സ്റ്റാഫിനെയും ഒരുമിച്ച് വിളിച്ച് ഒരു ഫാമിലി മീറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര സാധാരണമല്ല എന്താണെങ്കിലും. പക്ഷെ അത് ചാവറയുടെ ഒരു കുടുംബ സങ്കല്പമാണ് എന്നാണ് തോന്നുന്നത്.
ഞാൻ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, നമ്മൾ എന്നുള്ള ഒരു വലിയ സങ്കല്പത്തിലേക്ക് ലോകത്തെ മുഴുവൻ, നമ്മൾ പെരുമാറുന്ന മനുഷ്യരെ മുഴുവൻ, പെരുമാറുന്ന ചെറുതും വലുതുമായ സമൂഹത്തെ മുഴുവൻ കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെ ഒരു വലിയ ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും അഭയത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ ഒരു വലിയ സമൂഹമാക്കി അതിനെ മാറ്റുന്ന ബൃഹത്തായ ചാവറ കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. നമസ്കാരം.